നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മാടം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. PC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മേഖലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. അമ്മാടം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. CC മുകുന്ദൻ MLA ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. RCC ഫ്രെയിംഡ് സ്ട്രക്ചറോടുകൂടിയ ഈ കെട്ടിടത്തിന് 4 ക്ലാസ് റൂം, സ്റ്റെയർ റൂം, ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നിവ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും വിഭാവനം ചെയ്തിട്ടുണ്ട്. ശിലാസ്ഥാപന ചടങ്ങിൽ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറി ജോസഫ്, ജെയിംസ് പി പോൾ, K പ്രമോദ്, അംഗം അനിത മണി, BRC BPC സുരേഷ് കുമാർ, പ്രധാന അധ്യാപിക TK ശ്രീജ, PTA പ്രസിഡന്റ് CS സുനിൽ, MPTA പ്രസിഡന്റ് സുമിത സുരേഷ്, സ്കൂൾ ലീഡർ അനാബിക P അനിൽ, സീനിയർ അധ്യാപിക CA ഷീജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ബഡ്ജറ്റ് നിങ്ങളുടെ ഞാൻ നോക്കണ്ടായി. ബഡ്ജറ്റിൻ്റെ അകത്ത് വരവും ചെലവൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് പുതിയ വികസനങ്ങൾ എന്ന് പോലും അതിൻ്റെ അകത്ത് പറയുന്നില്ല. അപ്പോൾ പല സ്ഥലത്തും ഞാൻ അന്തിക്കാട്ടാത്ത വികസനം പരിശോധിച്ചപ്പോൾ MLA കൊടുത്ത ഫണ്ടടക്കം വികസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാറളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയ തുടിപ്പായിട്ടുള്ള സ്കൂളിൻ്റെ പ്രവർത്തനം, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്കൂളുകളുടെ പുരോഗതിയും പ്രവർത്തനമൊക്കെ കാണുമ്പോൾ നമ്മളുമായി നമ്മുടെ സ്വന്തം സ്കൂളിനൊരു മാതൃകപരമായ മാറ്റമുണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്ത് സമിതിയുടെ ഒരു സ്വപ്ന പദ്ധതി, അങ്ങനെ ഞങ്ങൾ കണക്കാക്കിയ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതിയിൽ ഉൾക്കൊണ്ട് ഒരു മാതൃകമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് കുറച്ച് നാളായി. ഏകദേശം MLA ആയിട്ട് 3 വർഷം തികയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത്. ഞാൻ സർക്കാരിനോട് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും എൻ്റെ ഈ സ്കൂൾ പണിയുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ ഫണ്ട് അനുവദിച്ചു തരുമെന്ന് അപേക്ഷ. പാർലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി കയറിയതിന് ശേഷം ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ സ്കൂള് ഒരു സ്മാർട്ട് സ്കൂളാക്കി മാറ്റണം എന്നൊരാഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഈ ഭരണസമിതി തുടക്കം മുതലേ ആഗ്രഹിച്ചു പോന്നിരുന്നത്. ആ ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട MLA ഇന്ന് നമുക്ക് തന്നിരിക്കുക, അതായത് ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കറിയാം MLAനെ കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടതില്ല. നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്കൂളുകൾ തന്നെ നമ്മുടെ വലിയൊരു മാതൃകയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ MLA നല്ലൊരു മാതൃക കാഴ്ചവെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചേർപ്പ് മേഖലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. അനന്യസമേതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കായുള്ള ജെൻഡർ അവബോധ അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംഘാടനത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, കില, വനിതാ ശിശു വികസന വകുപ്പ്, സ്ത്രീ ശക്തി കേന്ദ്രം, കോസ്റ്റ് ഫോർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചൊവ്വൂർ സെയിന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേർപ്പ് CNN BHSS, ചേർപ്പ് CNN BHS എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാലയുടെ സമാപന ചടങ്ങ് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക മഹോത്സവം ആഘോഷിച്ചു.
വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ തട്ടിന്മേൽ കളി, കോൽക്കളി, കാവടി വരവ്, വിവിധ ദേശക്കാരുടെ വേലകൾ, കുതിരകളി, ദാരികൻ കളി, മുടിയാട്ടം, വെള്ളഭൂതം, കരിംഭൂതം, തെയ്യം, തിറ, പൊയ്ക്കുതിര, ദേവനൃത്തം തുടങ്ങിയ ഭക്തിസാന്ദ്രമായ കലകൾ അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് ദേവിക്ക് പറ നിറയ്ക്കൽ ചടങ്ങും ഉണ്ടായിരുന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് 3-ന് രാവിലെ 8:30 നാരായണാശ്രമ തപോവന മഠാധിപതി സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. പൊങ്കാലയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ഭക്തർക്ക് തന്ത്രിവര്യന്റെ നേതൃത്വത്തിൽ പരപ്പൊങ്കാല ദേവിക്ക് സമർപ്പിക്കും. രാവിലെ 7:30 മുതൽ കീഴ്തൃക്കോവിൽ ഭജൻസിന്റെ നാമഘോഷ ലഹരി ഉണ്ടായിരിക്കും. വിവരങ്ങൾക്ക് 0487 22 77 702 9746 277702 അല്ലെങ്കിൽ 944 7991 586 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതിക പ്രൗഢഗംഭീര ചടങ്ങോടെ ആഘോഷിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നവതിക ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും അറിവിലൂടെ താൻ രചിച്ച ഗ്രന്ഥങ്ങൾ സർവകലാശാലകളിൽ സ്ഥാനപ്പെടുത്താൻ കഴിഞ്ഞതാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്ര ഗവേഷകന്റെ ഔന്നിത്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോളേജ് വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന അദ്ദേഹത്തിന്റെ ഈ മികവ് മധുര പ്രതികാരമാണ്. ഏകാത്മക മാനവിക ദർശനത്തിലൂന്നി ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടെയാണ് അദ്ദേഹം അസാധാരണ പാണ്ഡിത്യം ആർജിച്ചത്. ഈ അറിവ് സ്വന്തമാക്കിയതിനൊപ്പം മറ്റുള്ളവർക്ക് പകർന്ന മാതൃകയാകാനും അദ്ദേഹത്തിനായി. പണിക്കശ്ശേരിയുടെ ഭവനത്തിന്റെ നാമമായ നളന്ദ പഴയ നളന്ദയെ ഓർമ്മിപ്പിക്കും വിധം ഗ്രന്ഥങ്ങളുടെ ഭണ്ഡാരമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വേലായുധൻ പണിക്കശ്ശേരി രചിച്ച 65ാമത് ചരിത്ര ഗ്രന്ഥമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച ഗവർണർ അദ്ദേഹത്തെ ആദരിച്ചു. നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ഗവർണറെ ആദരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, കാലടി സംസ്കൃതം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, RSS സംസ്ഥാന രാഷ്ട്രീയ കാര്യവാഹ് PN ഈശ്വരൻ, പ്രിൻസിപ്പൽ TR വിജയം എന്നിവർ സംസാരിച്ചു. വേലായുധൻ പണിക്കശ്ശേരി രചിച്ച പുസ്തകങ്ങളുടെയും അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളുടെയും പ്രദർശനമായ ചരിത്ര സരണി സന്ദർശിച്ചാണ് ഗവർണർ മടങ്ങിയത്. തൃപ്രയാർ RTO ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. RTO ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾ അവതാളത്തിലായെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ധർണ DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. RTO ഓഫീസിൽ നിന്നുള്ള ലൈസൻസ് വിതരണവും RC ബുക്ക് വിതരണവും മാസങ്ങളായി നടക്കുന്നില്ലെന്നും RTO ഓഫീസിൽ നിന്ന് ഒരു പൗരന് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭ്യമാകുന്നില്ലെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. മാസങ്ങളായി ലൈസൻസും RC ബുക്കും നൽകാതെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, PK നന്ദനൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, AB ഹരിലാൽ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീദേവി മാധവൻ, സുധി ആലിക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV വൈഭവ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു പനക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫീസ് ഗണത്തിൽ ഉൾപ്പെടുത്തി സാധാരണക്കാർക്ക് ഫ്രീ ആയി വിതരണം ചെയ്തിരുന്ന RC ബുക്കും ലൈസൻസും പിന്നീട് ഒരു കാലഘട്ടത്തിൽ 20 രൂപ ഫീസാക്കി മാറ്റി.
അതിനുശേഷം കഴിഞ്ഞ 2021 അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് RC ബുക്കും ലൈസൻസും പ്രിന്റ് ചെയ്യാൻ മറ്റൊരു ഏജൻസിക്ക് കരാർ കൊടുത്തുകൊണ്ട് ഇന്ന് കരാറുകളുടെ ശവപ്പറമ്പായിട്ട് കേരളം മാറുകയാണ്. സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് വാഹനങ്ങളെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന 50 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വാഹന ഉടമകൾക്ക് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് 20 ഇരട്ടി ഫീസ് വർധന ഏർപ്പാടാക്കി 25 രൂപക്ക് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കടകളിലും അതുപോലുള്ള കടകളിൽ ലഭിക്കുന്ന ATM പോലുള്ള കാർഡുകൾ 200 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഇന്ന് സർക്കാർ അതിന് ഫീസ് ചുമത്തിയിരിക്കുന്നത്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നടുവിൽക്കര വടക്ക് ബണ്ട് റോഡിന് സമീപം നാറാണത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ മകൾ 27 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പരിശോധനയിൽ ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിച്ചു. ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. ബുധനാഴ്ച വീണ്ടും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് വീട്ടിൽ തിരിച്ചെത്തി. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശ്വാസതടസ്സം നേരിടുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയുമായിരുന്നു. അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് സെന്ററിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് 18 മുതൽ തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 8-ന് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ പൂജനീയ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമികളെ പൂർണ്ണ കുംഭത്തോടെയും വാദ്യഘോഷത്തോടെയും സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം നരസിംഹമൂർത്തിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കും. വല്ലച്ചിറ കോച്ചേരി വീട്ടിൽ രാമൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മേഖലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.